എന്തുകൊണ്ട് കോടതി വധശിക്ഷ കൊടുത്തില്ല? കാരണം കോടതിക്ക് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് നിന്നൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇവന് ഈ പ്രതിക്ക് ലോജിക്കലി ഇത് ശരിയാകുന്നില്ല. ശരിയാകാതെ വന്നപ്പോഴത്തേക്ക് സ്വയമായിട്ട് ഇയാൾ ഈ റൂമിനകത്തൊരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീക്ഷിച്ചു. ആരാണ് ഇത് ചെയ്തതെന്ന് അയാൾക്കറിയണമല്ലോ. ഈ 4 പേരുടെ മരണം എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇല്ല, ഈ അസുഖം വരുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മുന്നിൽ കണ്ടത്? ഈ 4 പേരെ എന്തായിട്ടായിരിക്കാം? സൈക്കാട്രിസ്റ്റിനെ വിട്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞു, ഇയാൾക്ക് മാനസിക രോഗമില്ല. ഇയാൾ മാനസിക രോഗം കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആരുടെയോ നിർദ്ദേശപ്രകാരം മാനസിക രോഗമുള്ളതായി അഭിനയിക്കുകയാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചാർജ് കൊടുത്തപ്പോൾ ആ ചാർജിൽ ഇങ്ങനെ ഒരു വരി എഴുതി കേട്ടേണ്ടതിൻ്റെ കാര്യമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് കോടതി വധശിക്ഷ കൊടുത്തില്ല? കാരണം കോടതിക്ക് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് നിന്നൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടൊരു മോറൽ കൺവിക്ഷൻ എന്ന നിലയിലാണ് പ്രതിക്ക് ജീവപര്യന്ത ശിക്ഷ കൊടുത്തത്. അപ്പം ഇനി എന്തുകൊണ്ട് ജീവപര്യന്തമായി? ആദ്യത്തെ പ്രധാന കാരണം എന്താണ് വിരോധ കാരണം എന്നുള്ളത് പ്രോസിക്യൂഷന് തെളിയിക്കുവാൻ പറ്റിയിട്ടില്ല. വ്യക്തമായ രേഖകളൊന്നും ഇല്ലാതെയാണ്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരുപാട് പാളിച്ചകൾ, തുടക്കം മുതൽ അവസാനം വരെ ഇൻവെസ്റ്റിഗേഷൻ്റെ പാളിച്ചകൾ ഒരുപാടുണ്ട്. അത് ഓരോന്നായിട്ട് കൂട്ടുകയാണെങ്കിൽ ഈ പറയുമ്പോൾ 1, 2, 3, 4 എപ്പിസോഡുകളിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത്രത്തോളം പാളിച്ചകൾ ഉണ്ട്. അതായത് അന്ന് ഈ നാട്ടുകാർ പറഞ്ഞത് ഈ പയ്യൻ ആരുമായിട്ടും സഹകരിക്കില്ല, കേടൽ ആരുമായിട്ടും ഒരു സഹകരണമില്ല, ആരും മുഖത്ത് നോക്കില്ല, ചിരിക്കില്ല, ഒറ്റയ്ക്കാണ് അയാളുടെ യാത്ര. പിന്നെ അപ്പം നാട്ടിലൊരു കല്യാണം വന്നാൽ അല്ലെങ്കിൽ അയൽവക്കത്തൊരു ഫംഗ്ഷൻ വന്നാൽ ഇദ്ദേഹം പങ്കെടുക്കുന്നത് വളരെ വിരളമാണ്. അത് പങ്കെടുത്താലും മാറി നിൽക്കും. അപ്പോൾ അതൊക്കെയാണ് നാട്ടുകാർക്ക് ഭയങ്കര സംശയമുണ്ടായത്. അപ്പം അവന് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇവൻ ആരുമായിട്ട് സഹകരിക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് അവിടെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അല്ല, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. കേടലിന് പ്രശ്നമുണ്ട്, പ്രശ്നമില്ല എന്നുള്ളതല്ല. കേടൽ ഒരു മാനസിക രോഗിയാണ്. മാനസിക രോഗി എന്ന് പറയുമ്പോൾ കടുത്ത മാനസിക രോഗിയാണ്. ആയിരുന്നു, ഇപ്പോഴുമാണ്. ഹീസ് അണ്ടർ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് അന്ന് ഈ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു രോഗമുണ്ടെങ്കിൽ ഒരു മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നു? അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹത്തിന് ഈ മാനസിക രോഗം ഉണ്ടായിരുന്നു. സ്കൂൾ ഡേയ്സിൽ തന്നെ മാനസിക രോഗമുണ്ട്, ചെറിയ രീതിയിൽ മാനസിക രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലെ ഒരു വീട്ടിൽ അവർ എന്ന് വെച്ചാൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കുടുംബമാണ്. അമ്മ ഡോക്ടർ, സഹോദരി ഡോക്ടർ, അച്ഛൻ പ്രൊഫസർ. അപ്പം തിരുവനന്തപുരത്തെ ഒരു നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി. അല്ല, ഇദ്ദേഹവും MBBS പഠിക്കാൻ ചൈനയിൽ അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് തന്നെ, അതേ സ്റ്റാൻഡേർഡിൽ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും സ്റ്റാൻഡേർഡിൽ ഇദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടി വേണ്ട എല്ലാ ചുറ്റുപാടുകളും അച്ഛനും അമ്മയും ഒക്കെ ചെയ്തു കൊടുത്തു. പക്ഷേ ഇദ്ദേഹത്തിന് ഈ മാനസിക രോഗമുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ പറയും പോലെ അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് പഠിക്കുവാനും അങ്ങനെ ഇത് ചെയ്ത് വരുവാനും ഒന്നും സാധിച്ചില്ല. ഇടയ്ക്ക് ഞാൻ ചോദിക്കില്ല, ഒന്നും വിചാരിക്കരുത്. ഈ ഗെയിമോ അങ്ങനെ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവങ്ങളുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അത് തന്നെ, അദ്ദേഹം ആദ്യം ഇത് ഓസ്ട്രേലിയയിൽ പോയായിരുന്നു, പിന്നീട് ജോർജിയയിൽ പോയായിരുന്നു. ആദ്യം ഓസ്ട്രേലിയയിൽ പോയി MBBSനാണ് ചേർന്നത്. പക്ഷെ പഠിക്കാൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതിന് ഭാഷയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ജോർജിയയിൽ പോയി അവിടെ നേഴ്സിംഗിന് ചേർന്നു. പക്ഷേ അവിടെയും ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അത് പഠിച്ച് പൂർത്തിയാക്കാൻ പറ്റിയില്ല. നേരെ തിരിച്ച് ഇവിടെ വീട്ടിൽ വന്നു. ഈ വിദേശത്തൊക്കെ പോകുമ്പോൾ ഇത്തരം മാനസിക രോഗമുള്ളവരെയൊക്കെ എങ്ങനെയാണ്? അല്ല, മാനസിക രോഗമുണ്ട് എന്ന് ഈ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും അറിയാം, വേറെ ആർക്കും അറിയില്ല. കാര്യം അതാണ് ഞാൻ പറഞ്ഞത്, ഈ മാനസിക രോഗം ഉണ്ട് എങ്കിൽ തന്നെയും അമ്മ ഡോക്ടറായതുകൊണ്ട്, അമ്മയും സഹോദരിയും ഡോക്ടറായതുകൊണ്ട് അവർ തന്നെ സ്വയം ചികിത്സിക്കുകയായിരുന്നു ചെയ്തത്. അവർ എക്സ്പെർട്ടല്ല, സൈക്കാട്രിസ്റ്റ് അല്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ജനറൽ മെഡിസിൻ ആയതുകൊണ്ട് അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അങ്ങനെ ചികിത്സിക്കുമായിരുന്നു. ഇദ്ദേഹം ഈ കേടലിന് മാനസിക രോഗം ഉണ്ട് എന്ന് കേടലിന് മനസ്സിലായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കേടൽ ഉയരത്ത നിലയിൽ റൂം പൂട്ടിയിട്ടിട്ട് കിടന്നുറങ്ങും. നേരം വെളുക്കുമ്പോഴത്തേക്ക്
ഫ്ലവർ വേസും കമ്പ്യൂട്ടറും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആരോ അടിച്ചു പൊട്ടിച്ച് ഇട്ടിരിക്കുന്നതാണ് പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴത്തേക്ക് ഈ കേടലെ പ്രതി കാണുന്നത്. സംഭവത്തിന് കുറേ നാൾ മുമ്പ്. അപ്പോഴത്തേക്ക് ഈ കാര്യം അമ്മയോട് പറയും. അമ്മ ഇതുപോലെ ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ എൻ്റെ മുറിക്കകത്ത് ഇന്നലെ ആരോ കയറി ഇതൊക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പം ഡോർ ലോക്ക് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ലോജിക്കലി അത് ശരിയാകുന്നില്ല. അപ്പോൾ ഇയാൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ പറയും അത് കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ ജോലിക്കാരെ വിട്ട് തൂത്ത് വൃത്തിയാക്കി റെഡിയാക്കി മാറ്റിക്കൊള്ളാം എന്ന് പറയും. വേറെ വാങ്ങിച്ചു കൊടുക്കും. അപ്പം ഇവന് ഈ പ്രതിക്ക് ലോജിക്കലി ഇത് ശരിയാകുന്നില്ല. ശരിയാകാതെ വന്നപ്പോഴത്തേക്ക് സ്വയമായിട്ട് തന്നെ ഇയാൾ ഈ റൂമിനകത്തൊരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീക്ഷിച്ചു ആരാണിത് ചെയ്തതെന്ന് അയാൾക്കറിയണമല്ലോ. അങ്ങനെ രാത്രി അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്ത് എണീറ്റ് നോക്കുമ്പോഴത്തേക്കാണ് ഈ ക്യാമറ റീവൈൻഡ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് അയാൾക്ക് മനസ്സിലായത് രാത്രി ഇയാൾ തന്നെയാണ് എണീറ്റ് ഈ ഇതൊക്കെ ഫ്ലവർ വേസും മറ്റു കാര്യങ്ങളൊക്കെ തല്ലിപ്പൊട്ടിക്കുന്നത് എന്ന് അയാൾക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് അയാളൊരു മാനസിക രോഗിയാണെന്ന് അയാൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നെ അമ്മ കൊടുക്കുന്ന നേരത്തെ തുടക്കത്തിലെന്ന് വെച്ചാൽ കൊടുക്കുന്ന മരുന്നുകളൊന്നും കഴിക്കില്ല. അപ്പോൾ ഇത് തനിക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് കൊണ്ടും അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് എന്നും അവന് ബോധ്യമായി, അയാൾക്ക് ബോധ്യമായി. അങ്ങനെ അയാൾ അമ്മ കൊടുക്കുന്ന മരുന്നുകളൊന്നും ഒബ്ജക്ഷൻ ഇല്ലാതെ തന്നെ കഴിക്കുമായിരുന്നു. അതിന് മുമ്പൊക്കെ എന്തിനാണ് ഞാൻ ഈ മരുന്ന് കഴിക്കുന്നതെന്ന് അമ്മയോടൊക്കെ ചോദിക്കുമായിരുന്നു. അത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണെന്ന് അമ്മ പറയും. പിന്നീട് മനസ്സിലായി, ഗൂഗിളിലൊക്കെ ഇത് അടിച്ചു നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് സൈക്കാട്രിക്കുള്ള ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ മാനസിക രോഗമുണ്ട്, അയാൾക്കൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം പുറത്തറിയിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇയാളെ ഈ വീട്ടിനകത്ത് തന്നെ ഇത് സൂക്ഷിച്ച് അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാതെ ആക്കുന്നത്. ഇതെല്ലാം അച്ഛനും അമ്മയും സഹോദരിയും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പുറം ലോകവുമായിട്ട് വളരെ കുറഞ്ഞ ബന്ധമേ ഉള്ളൂ. സ്കിസോഫ്രീനിയ ആയിരുന്നു. സ്കിസോഫ്രീനിയ അത് ഈ സംഭവത്തിന് ശേഷമാണ് ഇത് ആശുപത്രിയിൽ, അതായത് ഈ സംഭവം പോലീസുകാർ അറസ്റ്റ് ചെയ്ത് പരസ്പര വിരുദ്ധമായിട്ട് പെരുമാറിയപ്പോഴത്തേക്ക് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മോഹൻ റോയിയെ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ മോഹൻ റോയി പറഞ്ഞത് ഇയാൾക്ക് മാനസിക രോഗമുണ്ട് അതുകൊണ്ട് ഇയാളെ വേണ്ട വിധത്തിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, ഒബ്സർവേഷൻ വേണം എന്നൊക്കെ ഡോക്ടർ മോഹൻ റോയി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഈ പരസ്പര വിരുദ്ധമായി പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ പരസ്പര വിരുദ്ധമായി പറഞ്ഞപ്പോഴാണോ ഈ കേടൽ തന്നെയാണോ പറഞ്ഞത്? ഇത് ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ സാത്താ സേവയൊക്കെ കേടൽ തന്നെയാണോ പറഞ്ഞത്? ഇല്ല, അങ്ങനെ പറഞ്ഞതായിട്ട് പോലീസിന് അങ്ങനെ ഒരു കേസേ ഇല്ല. കേടലിൽ ഈ ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് പറഞ്ഞതായിട്ടോ ഇല്ലെങ്കിൽ അതുപോലെ ചാത്താൻ സേവയെക്കുറിച്ച് പറഞ്ഞതായിട്ടോ അങ്ങനെ ഒരു കേസില്ല. അങ്ങനെ ഒരു പ്രാക്ടീസും കേടലിനില്ല. അങ്ങനെ ഒരു രേഖയും ഇല്ല. അപ്പോൾ ഇദ്ദേഹം ഈ ഇങ്ങനെയുള്ളൊരു അസുഖത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഇദ്ദേഹം ഓരോന്ന് കഥകൾ ചെയ്തെടുത്തതാണോ, ഏതാണോ പോലീസിനോട് പറഞ്ഞത് എന്നൊക്കെ സംശയം വരാം. അല്ല, അയാൾ പോലീസിനോട് അങ്ങനെ പറഞ്ഞതായിട്ട് ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് പറഞ്ഞതായിട്ട് പോലീസുകാർ പറഞ്ഞിട്ടില്ല. രേഖകളിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഡോക്ടർ മോഹൻ റോയ് പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തിന് മാനസിക രോഗമുണ്ട് എന്ന് ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞു. കോടതിയിൽ ഡോക്ടർ മോഹൻ റോയ് വന്ന് മൊഴി പറഞ്ഞു. ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് പറഞ്ഞു ഇയാൾക്ക് മാനസിക രോഗമുണ്ട്, അതുകൊണ്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ഒബ്സർവേഷനിൽ ഇത് ഇടണം, ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് മാനസിക രോഗം ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇയാളെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഇയാളെ ഇതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കോടതിയിൽ ക്രോസ് എക്സാമിനേഷൻ്റെ സമയത്ത് പറഞ്ഞായിരുന്നു. തീർച്ചയായും. ഇപ്പോഴും എനിക്കൊരു സംശയമുണ്ട്. ഈ 4 പേരുടെ മരണം എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇല്ല, ഈ അസുഖം വരുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മുന്നിൽ കണ്ടത്? ഈ 4 പേരെ എന്തായിട്ടായിരിക്കാം? അല്ല, ആ ചോദ്യം തന്നെയാണ്. ഈ അസുഖം ഇദ്ദേഹമാണ് കൊന്നതെന്ന് അദ്ദേഹം ഇതുവരെയും പറയുന്നില്ല. അദ്ദേഹത്തിന് ഈ കേസുമായി ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തിൻ്റെ വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അസുഖം, ഈ അച്ഛൻ റിട്ടയർഡ് പ്രൊഫസറാണ്. അപ്പം ഇദ്ദേഹത്തിന് ഈ അസുഖം വരുമ്പോഴത്തേക്ക്, അസുഖം മൂർച്ഛിക്കുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഇതുണ്ട്. പല പ്രാവശ്യം പോയിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ 1 മാസം വരെ എടുക്കും. അപ്പം അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അങ്ങനെ പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അച്ഛൻ എപ്പോഴും 24 മണിക്കൂറും ഇവനോടൊപ്പം ഉണ്ടാകും.
അച്ഛനറിയാം, അതായത് ഡോക്ടർ പ്രൊഫസർ രാജതങ്കത്തിന് അറിയാം ഇപ്പം അസുഖമുണ്ട്, അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. ഏതോ ഒരു സാഹചര്യത്തിൽ അസുഖം മൂർച്ഛിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇറങ്ങിയങ്ങ് പോയി നേരെ മദ്രാസിൽ ചെല്ലുകയാണ് ചെയ്യുന്നത്. അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് അറിയുന്നത് നമ്മുടെ ഈ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു അത്യാഹിതം നടക്കുന്നു എന്നുള്ളത്. നടന്നു, അത് ഒരു ലോഡ്ജിൽ റൂമെടുത്ത് TV ഓൺ ചെയ്തപ്പോഴത്തേക്കാണ് വീട്ടിൽ ഈ പ്രശ്നം നടന്നു എന്നുള്ള അറിയാം. ഉടൻ തന്നെ അദ്ദേഹം അപ്പോഴത്തന്നെ മദ്രാസിൽ നിന്ന് വണ്ടി കയറുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് അസുഖം മാറി. അസുഖം മാറി വണ്ടി കയറി തിരിച്ചിവിടെ വരികയാണ്. TV ഓൺ ചെയ്തു. അപ്പോൾ അസുഖം മാറുന്ന സമയമാകുമ്പോഴത്തേക്ക് വണ്ടി പാർട്ടി തിരിച്ചിവിടെ വരും. അപ്പോൾ മിക്കവാറും ഏകദേശം അസുഖം മാറിയ ലൂസിഡ് ഇൻ്റർവെൽസിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഈ അസുഖം മാറിയ ആ സമയത്തായിരിക്കും TV ഓൺ ചെയ്തു, കണ്ടപ്പോഴത്തേക്ക് ഉടൻ തന്നെ ഈ മദ്രാസിലെ കാര്യം പറഞ്ഞുകൊണ്ട് ഇത് അന്ന് ചാനലിലൂടെ ഒരുപാട് ചർച്ച ചെയ്തു. ഇദ്ദേഹത്തിനെ സഹായിക്കാൻ ആരോ മദ്രാസിലുണ്ട്. ഇദ്ദേഹം സ്ഥിരമായി ആരോ ഇദ്ദേഹത്തിന് ഈ കേസിൻ്റെ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ കൃത്യം ചെയ്തിട്ട് ഇദ്ദേഹം കൃത്യമായി മദ്രാസിലേക്ക് തന്നെ പോയത്. അവിടെ ആരോ സഹായത്തിനുണ്ട്. അത് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഇത് മദ്രാസിലുള്ളതെന്ന് വെച്ചാൽ അമ്മയുടെ സഹോദരിയാണ്, ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ജൂല രഞ്ജിനി ആണെന്ന് തോന്നുന്നു. അവർ മദ്രാസിൽ ഇവിടെ കേഡലുമായിട്ട് നല്ല അടുപ്പത്തിലുള്ള ഒരു ഇതാണ്. അമ്മയെപ്പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന, പെരുമാറുന്ന, അത്രയും സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ ഇവരെ കാണാനാണ് അസുഖം. ദേശാടനം നടത്തിയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ അവരുടെ വീട്ടിൽ മദ്രാസിൽ അവരെ വീടുണ്ട്. പിന്നെ ഭാഷ തമിഴ് ഇദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയാം. ഇദ്ദേഹം തമിഴ് ബേസ്ഡ്, രാജതങ്കം എന്ന് പറയുന്ന മാർത്താണ്ഡമാണ്, തമിഴ്നാട്ടിൽ ബേസ്ഡ് ആൾക്കാരാണ്. അപ്പോൾ തമിഴ്നാട്ടിലോട്ട് പോകുന്നതാണ് ഇദ്ദേഹത്തിന് കുറച്ചും കൂടെ കംഫർട്ടബിൾ. അതുകൊണ്ട് മിക്കവാറും ഈ പോകുന്നതെല്ലാം ഈ മദ്രാസ്, തമിഴ്നാട്, തൂത്തുക്കുടി ആ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും പോയി അലഞ്ഞു തിരിഞ്ഞിട്ട് അസുഖം മാറുമ്പോഴത്തേക്ക് തിരിച്ചു വരും. ഇതാണ് കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്ന സംഭവം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം അവിടെ പോകുന്നത്. പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കാണ് അവിടെ വെച്ച് ലോഡ്ജിൽ റൂമെടുത്ത് അപ്പോൾ ഈ ബന്ധുവിൻ്റെ വീട്ടിൽ പോയില്ല. ബന്ധുവിൻ്റെ വീട് കുറച്ചും കൂടെ ഔട്ട്സ്കർട്ടിൽ, മദ്രാസിന് ഔട്ട്സ്കർട്ടിലാണ്. എന്നാലും പോയില്ല. അവിടെ എത്തിയില്ല. എത്തുന്നതിന് മുമ്പ് ഒരു ലോഡ്ജിൽ റൂമെടുത്ത് ഒറ്റയ്ക്ക് പോയ റൂമെടുത്ത് പൈസ കൊടുത്ത് റൂമിനകത്ത് കയറി. അപ്പോൾ സ്വാഭാവികമായിട്ട് TV ഇട്ടപ്പോഴത്തേക്ക് ഈ പറയുമ്പോൾ തിരുവനന്തപുരത്ത് നന്ദൻകോട് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ള വിവരം അപ്പോഴാണ് അറിയുന്നത്. കേഡൽ അറിയുന്നത് അപ്പോഴാണ്. ഉടൻ തന്നെ തിരിച്ചു. പക്ഷെ അതിനു മുമ്പ് തന്നെ പോലീസുകാർ മരിച്ചതാരൊക്കെയാണെന്നുള്ളത് തീരുമാനത്തിലെത്തി, കൊന്നതാരാണെന്ന് തീരുമാനത്തിലെത്തി. ഇനി ആകെ ഉള്ളത് കൊന്നയാളിനെ പിടിക്കുക എന്നുള്ള ഒരു ലൈൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ കേഡൽ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും. ഇനി സപ്പോസ് അയാൾ TV ഇട്ട് കണ്ടു, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്ന് കണ്ടു. അയാൾക്ക് സ്വബോധം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഈ പറയുമ്പോൾ സ്വബോധമുള്ള ഒരാൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് വരും. അതാണ് ഒരു ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി, ഒരു പ്രൊഡക്റ്റ്, 10-22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അയാൾ ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണ്. അവിടെ ഇത് സംഭവം നടന്നു കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ ഞാനാണ് പ്രതി എന്ന് പോലീസുകാർ വിശ്വസിക്കുന്നു. എനിക്ക് രക്ഷപ്പെടാൻ എന്താ വഴി? നേരെ വേറെ എങ്ങോട്ടെങ്കിലും പോവുക, ഒന്നുകിൽ വിദേശത്തോട്ട് പോകുക, ഇല്ലെങ്കിൽ ഈ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ കിടക്കില്ലേ, അങ്ങോട്ട് പോവുക. ആരും അറിയില്ല, ഒരു കാരണവശാലും പിടിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അയാൾ നിരപരാധിയാണെന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഞാൻ എന്തിനാ വിളിക്കേണ്ടതിൻ്റെ ആവശ്യം? അയാൾ നേരെ തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ തൊട്ടടുത്ത നിമിഷം വണ്ടി കയറി, തൊട്ടടുത്ത് കണ്ട വണ്ടിയിൽ കയറി നേരെ തിരുവനന്തപുരത്ത് എത്തിയിട്ട് ആദ്യം കണ്ട പോലീസുകാരനോട് പറയുകയാണ്, ഞാനാണ് കേഡൽ ജിൻസൺ രാജ, എന്നെ പോലീസുകാരെ അന്വേഷിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഇന്ന അത്യാഹിതം നടന്നു. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് പരസ്പര വിരുദ്ധമായിട്ട് പെരുമാറിയപ്പോഴത്തേക്ക് പോലീസിന് ഡൗട്ടുണ്ടായി, മാനസിക രോഗമുണ്ട്. എന്നിട്ട് പോലീസ് ഡോക്ടർ മോഹൻ റോയിയെ വിട്ട് ഇത് ഏകദേശം രാവിലെ 12 മണി മുതൽ വൈകുന്നേരം 9:30 മണി വരെ മോഹൻ റോയിയുടെ ഒബ്സർവേഷനിലായിരുന്നു. ഈ 11-ാം തീയതി രാവിലെ ഒബ്സർവേഷനിലായിരുന്നു ഈ പ്രതി. അദ്ദേഹം ഫൈൻഡിങ് കൊടുത്തു, മാനസിക രോഗിയാണ് എന്ന്. പക്ഷേ പോലീസിൻ്റെ വെർഷൻ എന്ന് പറയുന്നത്, പോലീസ് പറഞ്ഞത് എന്താണ്? ചാർജ് കൊടുക്കുമ്പോൾ പോലീസ് പറഞ്ഞത്, ഡോക്ടർ മോഹൻ റോയിയെ വിട്ട് ഞങ്ങൾ പരിശോധിച്ചു, പ്രതി പരസ്പര വിരുദ്ധമായി ചോദ്യം ചെയ്തപ്പോൾ പ്രതി പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറഞ്ഞു,
അപ്പോൾ ഞങ്ങൾക്ക് പ്രതിയുടെ മാനസികാവസ്ഥയിൽ സംശയം തോന്നി. ഉം. അതുകൊണ്ട് ഡോക്ടർ മോഹൻ റോയിയെ വിട്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മോഹൻ റോയിയെ വിട്ട് ഞങ്ങൾ പരിശോധിച്ചു, ഒബ്സർവേഷൻ നടത്തിയപ്പോഴത്തേക്ക് ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞു ഇയാൾക്ക് മാനസിക രോഗമില്ല. പച്ചക്കള്ളമാണ്. അതായത് ഡോക്ടർ മോഹൻ റോയ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു, ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞു, ഇത് റെക്കോർഡാണ്, ചാർജിൽ എഴുതി വെച്ചിരിക്കുന്നത്. സൈക്കാട്രിസ്റ്റിനെ വിട്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞു ഇയാൾക്ക് മാനസിക രോഗം ഇല്ല. ഇയാള് മാനസിക രോഗം കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആരുടെയോ നിർദ്ദേശപ്രകാരം മാനസിക രോഗമുള്ളതായി അഭിനയിക്കുകയാണ് എന്ന് ചാർജിൽ എഴുതി വെച്ചു. അങ്ങനെയാണ് ചാർജ് കൊടുത്തത്. മനസ്സിലായില്ലേ? ഇതേ ഡോക്ടർ വന്ന് കോടതിയിൽ മാറ്റി പറയുകയാണ്, സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഇതുപോലെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇയാൾക്ക് മാനസിക രോഗമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തിന് അദ്ദേഹം ഇങ്ങനെ ഒരു കള്ള കഥ ഇതിൽ ഇപ്പോൾ മെനയേണ്ടി വന്നു? കുടുംബത്തിലെ 4 പേരും മരണപ്പെട്ടു, പ്രധാനപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ ആ വീട് അനാഥമാണ്. ഇനി തലമുറ എന്ന് പറയുന്നത് ഇപ്പോൾ കേഡൽ മാത്രമേ ഉള്ളൂ. ഇനി അവരുടെ ബന്ധുക്കൾ ആരൊക്കെ ഉണ്ട്. അത്തരം സാഹചര്യത്തിൽ ഇങ്ങനെ ഈ കേഡലിലേക്ക് തന്നെ ഈ അന്വേഷണം പോകണമെന്ന്, കേഡൽ പ്രതിയാകണമെന്ന് എന്തുകൊണ്ടായിരിക്കാം? ആരുടെയെങ്കിലും തിരക്കഥയുടെ ഭാഗം പ്രതിയാണ് അദ്ദേഹം. മാനസികാവസ്ഥയിൽ ഇരുന്ന സമയത്ത് ചെയ്തതാവാം ഇത്. പക്ഷേ എന്നാലും ഇത് കേഡലിലേക്ക് കൂടുതൽ ഇത്തരം മാനസിക രോഗം ഒളിപ്പിച്ച് വെച്ചിട്ട് എന്ത് കിട്ടാനാണെന്നാണ് എൻ്റെ ഒരു സംശയം. അതാണ് ഞാൻ പറഞ്ഞത്, ആരുടെയോ തിരക്കഥ ഇതിൻ്റെ പിന്നിലുണ്ട്. ദുരൂഹമാണ്, സംശയമുണ്ട്. പ്രതിയെ ശിക്ഷിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്, മുഴുവൻ ദുരൂഹമാണ്. അങ്ങക്ക് ദുരൂഹമായി തോന്നാൻ കാരണം എന്താണ്? അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം. എന്തിന് ഒരു ഡോക്ടർ വന്ന് മൊഴി പറയുന്നു ഇയാൾക്ക് മാനസിക രോഗമുണ്ട് എന്ന്, ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു പ്രതിക്ക് മാനസിക രോഗമുണ്ട് എന്ന്, എന്നിട്ട് പോലീസ് എന്തുകൊണ്ട് ഡോക്ടർ പറഞ്ഞു മാനസിക രോഗമുള്ളതായി അഭിനയിക്കുകയാണ് എന്ന് എന്തിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയണം? സത്യം കണ്ടെത്താനാണല്ലോ ഇവരെയൊക്കെ സർക്കാർ ശമ്പളം കൊടുത്ത് ഇരുത്തിയിരിക്കുന്നത്. എന്തിനാണ് കള്ളം ഒരാളെ പ്രതിയാക്കുന്നതിന് വേണ്ടി എന്തിന് പോലീസുകാരെ കള്ളം പറഞ്ഞു? അതിൻ്റെ ആവശ്യമുണ്ട്. കോടതി തീരുമാനിക്കട്ടെ. ഇയാൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇന്നതാണ് തന്നിരിക്കുന്നത്. കോടതി തീരുമാനിക്കട്ടെ അയാൾ മാനസിക രോഗിയാണോ അല്ലയോ, അയാളാണോ കൊന്നത് അല്ലയോ എന്നുള്ളത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചാർജ് കൊടുത്തപ്പോൾ ആ ചാർജിൽ ഇങ്ങനെ ഒരു വരി എഴുതി കയറ്റേണ്ടതിൻ്റെ കാര്യമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പ്രതിയുടെ കസ്റ്റഡി 17-ാം തീയതി അവസാനിക്കുന്നു. 17-ാം തീയതി അവസാനിച്ചതിന് ശേഷം പ്രതിയെ നേരെ അപ്പോൾ അന്വേഷണം ബാക്കി കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തെളിവുകളെല്ലാം ശേഖരിച്ച് പ്രതിയെ കോടതിയിൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്തതിൻ്റെ പിറ്റന്ന് വൈകുന്നേരം പ്രതി ജയിലിൽ പ്രശ്നമുണ്ടാക്കി. പ്രശ്നമുണ്ടാക്കിയപ്പോൾ ജയിൽ സൂപ്രണ്ട് നേരെ മജിസ്ട്രേറ്റിന് റിക്വസ്റ്റ് കൊടുത്തു. ഇതുപോലെ പ്രതി ഉടൻ തന്നെ നേരെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പ്രതി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഉടൻ തന്നെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഡോക്ടർ മഞ്ജു ആണ് പരിശോധിക്കുന്നത്. ഡോക്ടർ മഞ്ജു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണ്. പ്രതിക്ക് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന കടുത്ത മാനസിക രോഗമുണ്ട്. അതുകൊണ്ട് ഈ രോഗം ചികിത്സിക്കുവാനുള്ള ഫെസിലിറ്റി തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ ഇല്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ വിദഗ്ധ ചികിത്സയ്ക്ക് തിരുവനന്തപുരത്തുള്ള മെൻ്റൽ ഹോസ്പിറ്റലിൽ, പേരൂർക്കടയുള്ള മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അവിടെയാണ് അതിനുള്ള ഫെസിലിറ്റി ഉള്ളത് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജയിൽ സൂപ്രണ്ട് ഓർഡർ വാങ്ങുന്നു. എന്നിട്ട് നേരെ ജനറൽ ഹോസ്പിറ്റൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഈ ഓർഡറിൻ്റെ മജിസ്ട്രേറ്റ് ഇട്ട ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. മെൻ്റൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കവേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഒരു പെറ്റീഷൻ ഇടുകയാണ്. എന്താണെന്നറിയാവോ? പ്രതി മെൻ്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ കബളിപ്പിച്ച് അവരെ പറ്റിച്ചുകൊണ്ട് പ്രതി മാനസിക രോഗമുള്ളതായി അഭിനയിക്കുകയാണ്. അത് ഇയാളെങ്ങനെ പോയി കണ്ട് അഭിനയിക്കുകയാണ്. അതുകൊണ്ട് പ്രതിയെ വിദഗ്ധ പരിശോധന നടത്താൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ അടുത്തേക്ക് അയക്കണമെന്ന് പറഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പെറ്റീഷൻ ഇടുക കോടതിയിൽ. ആരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ? KE ബൈജു, കണ്ടോൺമെൻറ്റ്
സ്റ്റേഷനിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് AC ആയിരുന്നു. അദ്ദേഹം പെറ്റീഷൻ ഇടുകയാണ്. അദ്ദേഹം ഒപ്പിട്ട് പെറ്റീഷൻ ഇടുന്നു. പ്രതി മാനസിക രോഗമുള്ളതായി അഭിനയിച്ച് മെൻ്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് എങ്ങനെ ഇൻഫർമേഷൻ കിട്ടുന്നത് ഇങ്ങനെ മാനസിക രോഗമുള്ളതായി അഭിനയിക്കുകയാണെന്നും? അതെല്ലാം രേഖകളാണ്. ആ പെറ്റീഷന്മേൽ ഞാൻ ഒബ്ജക്ഷൻ ഫയൽ ചെയ്ത് കോടതി വാദം കേട്ടു. മെൻ്റൽ ഹോസ്പിറ്റലിലെ 2 മെഡിക്കൽ ബോർഡ് കൂടി റിപ്പോർട്ട് വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. മെൻ്റൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ബോർഡ് കൂടി റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ മെഡിക്കൽ ബോർഡ് കൂടി റിപ്പോർട്ട് കോടതിയിൽ കൊണ്ടുവന്നപ്പം ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുക പ്രതി കഴിഞ്ഞ 15 വർഷമായി മാനസിക രോഗത്തിന് അടിമയാണ്. അതുകൊണ്ട് പ്രതിക്ക് അവിടെ വിദഗ്ധ ചികിത്സ നൽകിയെങ്കിൽ മാത്രമേ പ്രതിക്ക് യഥാർത്ഥ അവസ്ഥയിലേക്ക് പൂർണ്ണ ആരോഗ്യവാനായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെ നൽകണം എന്നും പറഞ്ഞ് മെഡിക്കൽ ബോർഡ് കൂടി ആ റിപ്പോർട്ട്, ആ സർട്ടിഫിക്കറ്റ് കോടതിയിൽ കൊടുത്തു. 2 ഡോക്ടർമാരെ, മെൻ്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ വിസ്തരിച്ചു കോടതി. അപ്പോൾ ഇപ്പോഴും പ്രതി മാനസിക രോഗിയാണ്, അണ്ടർ ട്രീറ്റ്മെൻറ്റിലാണ്, അത് അവിടെ ട്രീറ്റ് ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. കോടതിയിൽ മൊഴിയും കൊടുത്തു 2 ഡോക്ടർമാർ. എന്തിനു വേണ്ടി? എന്നിട്ട് ആ പെറ്റീഷൻ തള്ളി. പെറ്റീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് അതിനുമേലൊരു മെരിറ്റുമില്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ അനാവശ്യമായിട്ടാണ് ഈ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് പെറ്റീഷൻ തള്ളി. അതിന്മേൽ അപ്പീൽ പോയിട്ടില്ല. എന്തിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു?